ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛൻ അറിയില്ല കേട്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും. അപ്പോൾ അതാ പോണ വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് അച്ഛനൊരു ചെറിയ ഗിഫ്റ്റും കൂടെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കേക്ക് കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് കേട്ടോ പോയത്. ഞാൻ കാറിലിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ കേക്കും വാങ്ങിയിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് അമ്മയെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു മണിക്കൂറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. കാറിലിരുന്നപ്പോൾ കൂടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും കൂടെ എന്താ മക്കളെ നിങ്ങൾ പറയാഞ്ഞെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ മുത്തശ്ശന് ആമിക്കുട്ടി ഗിഫ്റ്റൊക്കെ കൊടുക്കുക. അവൾ മുത്തശ്ശന് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ നാണം വന്നു കേട്ടോ. അങ്ങനെ അതാ ഞാൻ പിന്നെ കേക്ക് കൊടുത്തപ്പോൾ അച്ഛനൊരു ഉമ്മയോടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ അച്ഛൻ്റെ കേക്ക് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ഞാനും കൂടെ നിന്നിട്ട് അത് കട്ട് ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ വായിൽ വെച്ച് തരാം കേട്ടോ. ഞാൻ പിന്നെ അച്ഛനും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും എല്ലാവരും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആമിക്കുട്ടിക്ക് അച്ഛൻ കേക്ക് കൊണ്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ വാങ്ങിയില്ല കേട്ടോ. അവൾക്ക് ഈ കേക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതാ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ അവരവിടെ കളിക്കുമ്പോഴേക്കും ഞങ്ങൾ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടനാണ്. അതും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഞാൻ ഡ്യൂട്ടി ടൈമിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടോ വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഏട്ടന് ഇവിടെ നിന്ന് പോയിട്ട് വേണം നേരെ ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പം ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.